സിയിലെ കിടിലൻ കോഡുകളിലൂടെയും മനോഹരമായ ടെക്നിക്സിലൂടെയും ഇംഗ്ലീഷ് പഠിക്കുന്ന നിങ്ങൾക്ക് ഡാൻസിലൂടെ എങ്ങനെ 4 ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. मेरे ढोल ना सुन मेरे प्यार की धुन मेरे ढोल ना सुन साथी रे मर के भी तुझको चाहेगा दिल तुझे ही बेचैनियों में पाएगा दिल मेरे गीसों के साए में तेरी राहतों की खुशबू है तेरे बगैर क्या जीना मेरे रोम रोम में तू है मेरी चूड़ियों की खन खन से तेरी सदाएं आती है ये दूरियां हमेशा ही नजदीक हमको लाती है पिया. Hello friends, hope you have enjoyed my dance performance. First word is dancing on air. Dancing on air means exactly happy, to become exactly happy or extremely happy. For an example, my husband was dancing on air after getting his desired profession. നമ്മൾ വളരെ ഹാപ്പി ആവുന്ന ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ഡാൻസിങ് ഓൺ എയർ എന്ന് പറയുക. ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഈസ് പുട്ട് ഓൺ യുവർ ഡാൻസിങ് ഷൂസ്. പുട്ട് ഓൺ യുവർ ഡാൻസിങ് ഷൂസ് എന്ന് പെട്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും, എന്തോ ഷൂ ഇട്ട് ഡാൻസ് കളിക്കുകയാണെന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ടു ഗെറ്റ് റെഡി ടു പെർഫോം, ടു ഗെറ്റ് റെഡി ടു ഡാൻസ്, വളരെ മനോഹരമായി പെർഫോം ചെയ്യാൻ നിങ്ങൾ റെഡി ആവുക, ഡാൻസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവുക എന്നുള്ള മീനിങ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാമ്പിളിലേക്ക് മൂവ് ചെയ്യുകയാണ്. ദ എക്സാമ്പിൾ ഈസ്, എൻ്റെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നോട് പറയുകയാണ്, ആതിര ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ഓൺ യുവർ ഡാൻസിങ് ഷൂസ്. അപ്പോൾ എന്താ, ഞാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ മറന്നു പോകരുത്, പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പുട്ട് ഓൺ യുവർ ഡാൻസിങ് ഷൂസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. തേർഡ് വൺ ഇസ് ബേൺഡ് അപ്പ് ദ ഡാൻസ് ഫ്ലോർ. ബേൺഡ് അപ്പ് ദ ഡാൻസ് ഫ്ലോർ depicts to do something in a very enthusiastic and lively manner. നമ്മൾ വളരെ ലൈവ്ലി ആയിട്ട് ഒരു കാര്യം പെർഫോം ചെയ്യുന്നതാണ് ബേൺഡ് അപ്പ് ദ ഡാൻസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, നൈന ബേൺഡ് അപ്പ് ദ ഡാൻസ് ഫ്ലോർ അറ്റ് നേഹാസ് പാർട്ടി. വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ലൈവ്ലി ആയിട്ട് എക്സാജറേഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ബേൺ അപ്പ് ദ ഡാൻസ് ഫ്ലോർ എന്ന് യൂസ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് ഹാവ് ടു ലെഫ്റ്റ് ഫീറ്റ്. Have 2 left feet means it is to explain something. He is not a good dancer. He is not a good performer. That you can say that I have 2 left feet. That my performance is not good. Hope you have enjoyed these words along with my dance. I think that it will be useful for your daily life for boosting up your English language. And I am Adira from Speak Easy English Academy. So I am signing out. Speak Easy English Academy, the #1 English training center in India.